നാശം വിതച്ച് വീണ്ടും കാട്ടാനകൾ. അകമല ചേപ്പിലക്കോട് കർഷകന്റെ 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകനായ ശിവാനന്ദൻ. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 16 അകമല ചേപ്പിലക്കോട് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തി. അകമല ചേപ്പിലക്കോട് പട്ടാരുമടത്തിൽ മിന്നാപ്പോൾ, ഉപ്പഴക്കാട്ടിൽ അനിൽ ജേക്കബ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പട്ടാരുമടത്തിൽ മിന്നാപ്പോളിന്റെ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പിശാന്തിപ്പുഞ്ചിയിൽ ശിവദാസന്റെ 50ഓളം വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രി 10:30 കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം പുലർച്ചെ 4 മണിയോടെയാണ് കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയത്. 2 കൂട്ടമായാണ് ആനകൾ കൃഷിയിടത്തിൽ എത്തിയതെന്നാണ് കർഷകൻ പറയുന്നത്. പൂവൻ, ഞാലിപ്പൂവൻ, പാളയംകോടൻ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട 2000ഓളം വാഴകളാണ് 4 ഏക്കർ സ്ഥലത്ത് ശിവാനന്ദൻ പാട്ടത്തിന് കൃഷി ചെയ്തത്. വെള്ളം നനച്ച് പരിപാലിച്ച് സംരക്ഷിച്ച വാഴകളാണ് കുലയെത്തിയപ്പോൾ കാട്ടാനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകനായ ശിവാനന്ദൻ പറയുന്നു. ആന രാത്രി 10 മണിക്ക് ശേഷമാണ് ആന വന്നിട്ടുള്ളത്. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പട്ടി കുറയ്ക്കുന്ന കേട്ടായിരുന്നു. അപ്പോൾ ഈ പട്ടി കുറയ്ക്കാനായിട്ട് പട്ടികൾ 2-3 പട്ടി കുറയ്ക്കാനായിട്ടപ്പോൾ ആദ്യം ഒന്ന് പട്ടി കുറച്ച്, അപ്പോൾ ഞാൻ വെറുതെ വേറെ വല്ല പതിഞ്ഞൊക്കെ ആയിരിക്കും, ആന അങ്ങോട്ട് കിടക്കാറില്ല. അത് കാരണം ശ്രദ്ധിച്ചില്ല. നേരം എടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ഈ പരിസ്ഥിതി കിടക്കണേ. ഏകദേശം ഒരു 50ൻ്റെ അടുത്ത് വാഴകൾ നമ്മുടെ നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഭീമമായൊക്കെ നനച്ചുണ്ടാക്കിയിരുന്ന വാഴയൊക്കെ ഞാൻ നനച്ച് ക്ലിയറാക്കി നടന്ന് കുലച്ചുകൊണ്ടിരിക്കുന്ന വാഴയാണ് ഒക്കെ പോയേക്കണേ. നല്ലൊരു കാശ് നഷ്ടം വന്നിട്ടുണ്ട്. ഏകദേശം 4 ആനയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. 2 സൈഡ് കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആന. 4 ആനയെങ്കിലും ഉണ്ടാവണം. രണ്ട് സൈഡിൽ കൂടെ ആന വന്നിരിക്കണേ. ആന വന്ന് 2 സൈഡിൽ കൂടെ 2 പറമ്പിൻ്റെ 2 സൈഡിലാണ് അറിയിക്കണേ. കയറിപ്പോയതും 2 സൈഡിൽ കൂടിയാണ്. അപ്പോൾ 4 ആനയാണ് നമ്മൾ പ്രതീക്ഷിക്കണേ. ഇതിന് പാട് പറഞ്ഞാൽ ഈ പറമ്പിലേക്ക് വന്നില്ല, അതിൻ്റെ അടുത്ത പറമ്പിലേക്ക് വരാറുണ്ട്. ഈ പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങാറില്ല. നമ്മൾ പട്ടി കുറയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറും പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇടാറുള്ളതാണ്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ സാധാരണ പട്ടി കുറയ്ക്കാൻ ഞാൻ വന്ന് നോക്കും, ലൈറ്റൊക്കെ അടിച്ച് നോക്കും, ഒന്നും കാണാറില്ല. അകമല ചേപ്പിലക്കോട് ഭാഗത്തെ 5.5 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് ഈ മേഖലയിൽ 700 മീറ്ററോളം പൂർത്തിയാകാനുണ്ട്. വന്യജീവികളെ പ്രതിരോധിക്കുവാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി കമ്മീഷൻ ചെയ്താൽ ഒരു പരിധിവരെ കാട്ടാനയെ പ്രതിരോധിക്കുവാൻ കഴിയുമെന്നും സോളാർ ഫെൻസിംഗ് ലൈൻ വലിക്കാത്ത ഭാഗമായ തേക്കിൻകാട് വഴിയാണ് കാട്ടാനക്കൂട്ടം ഇന്നലെ കൃഷിയിടത്തിൽ ഇറങ്ങിയതെന്നാണ് സംശയിക്കുന്നതെന്നും പ്രദേശവാസിയും CPM അകമല ബ്രാഞ്ച് സെക്രട്ടറിയുമായ മനോജ് പറഞ്ഞു. വിഷയം വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഫെൻസിങ്ങുള്ള സ്ഥലത്തൂടെ അല്ല കടന്നതെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇവിടെ നമ്മുടെ ഈ ആന വന്ന് തിരിഞ്ഞു പോയ സ്ഥലങ്ങളിൽ ഫെൻസിങ്ങിൻ്റെ കമ്പി കണ്ടിട്ട് ആന അത് തൊടാതെ വട്ടം ചുറ്റിയാണ് അപ്പുറത്തൂടെ കയറി തേക്കുംകാട് വഴിക്കാണ് കയറിയേക്കണത്. ഞങ്ങളിപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഫെൻസിങ്ങിൻ്റെ കമ്പി തട്ടിയിട്ടില്ല, ആ വഴിയല്ല വന്നതെന്നാണ് ഞങ്ങളുടെ നിഗമനം. പിന്നെ ഫെൻസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കണക്ഷൻ അവൈലബിൾ ആയിട്ടില്ല. അതിൽ ചുരുങ്ങിയത് ഒരു 700 മീറ്റർ കൂടിയും പൂർത്തീകരിക്കാനുണ്ടെന്നാണ് വനപാലകർ പറഞ്ഞത്. അതിൻ്റെ വർക്ക് എടുത്തേക്കുന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഉടനടി തന്നെ പൂർത്തീകരിച്ച് അതിലേക്ക് കണക്ഷൻ കൊടുത്ത് അതിനെ ഈ നമ്മുടെ നാട്ടിലേക്ക് കർഷകരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ആ ഫെൻസിങ്. ആനയെ തടയുക എന്നുള്ളത് മാത്രമല്ല, വന്യമൃഗ ശല്യം നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഫെൻസിങ് MLAയുടെ പ്രത്യേക ഫണ്ട് 18 ലക്ഷം രൂപയോളം മുടക്കി നമ്മളിപ്പോൾ അത് പൂർത്തീകരിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ വന്യമൃഗ ശല്യം കുറയുമെന്നാണ് ഇവിടുത്തെ കർഷകരുടെയും ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ അത് ഇപ്പോൾ തന്നെ തുടർന്ന് അതിൻ്റെ പരിപാടികളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് തരുന്നതാണ് വനപാലകരും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നമുക്ക് തന്നേക്കുന്ന അറിവ്. നിലവിൽ ഇവിടെ വനവകുപ്പിൻ്റെ 2 വാച്ചർമാർ നിലവിലുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇങ്ങനെ കൃഷി സ്ഥലങ്ങളിൽ ആന ഇറങ്ങി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനപാലകർ വന്ന് അതിന് വേണ്ട ഇതെല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. വനപാലകർ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. പക്ഷേ വനപാലകർ വരുന്നത് ഈ ആന പല സ്ഥലങ്ങളിലായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കാൻ വാച്ചർമാർക്കും സാധിക്കണില്ല. VCB ന്യൂസ്, വടക്കാഞ്ചേരി. ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744 112205.